ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ 27 യോഹന്നാൻ ശ്ലീഹായെ പ്രത്യേകം നമ്മൾ സഭയിൽ അനുസ്മരിക്കുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം ഈ വിശുദ്ധനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഹൃദയത്തോടൊട്ടുന്നതാണ് യഥാർത്ഥ പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയവുമായി നമുക്കൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും. ഞാൻ എഴുതിയ പുസ്തകങ്ങളിൽ ഒന്ന് ദൈവത്തെയും പ്രണയിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തെ നമ്മൾ അറിഞ്ഞാൽ പോരാ, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു നടന്നാലും പോരാ, ദൈവത്തെ പ്രണയിക്കണം. ഇതാണ് ഉത്തമഗീതത്തിൻ്റെ കാതലായ സന്ദേശം. അത് രചിച്ച സോളമൻ അദ്ദേഹം പ്രണയിക്കുന്നവരുടെ ഭാഷയിൽ പല കാര്യങ്ങളും ഈ ഒരു പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. എന്താണ് അതിൻ്റെ സന്ദേശം? അത് മനസ്സിലാക്കാതിരിക്കുന്ന ചിലർക്കൊക്കെ ഇത് വായിക്കുമ്പോൾ ഉതപ്പുണ്ടാകുക എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആമുഖം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ അറിഞ്ഞാൽ പോരാ, ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ പോരാ, ദൈവത്തെ പ്രണയിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അവർ യാഥാർത്ഥ്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ചില പദപ്രയോഗങ്ങൾ പോലും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഏതാനും ചില കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനങ്ങൾ സുവിശേഷം സമാന്തര സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 മർക്കോസ്, മത്തായി, ലൂക്ക സമാന്തര സുവിശേഷങ്ങൾ. ഇതിൻ്റെ ഉള്ളടക്കം പഠിച്ചാലും യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിനും ലേഖനങ്ങൾക്കും ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായ ഭാഷയിൽ പഠിപ്പിച്ചിരിക്കുന്നത് യോഹന്നാൻ ശ്ലീഹായാണ്. ഇതെങ്ങനെയാണ് പഠിപ്പിക്കാൻ പറ്റിയത്? ഹൃദയം കൊണ്ട് പഠിച്ചത്, ഹൃദയം കൊണ്ട് പഠിപ്പിച്ചത്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. വെളിപാടിൻ്റെ പുസ്തകവും യോഹന്നാൻ ശ്ലീഹായിൽ നമുക്ക് ലഭിച്ചതാണ്. എൻ്റെ ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വിജനസ്ഥലത്തിരുന്ന് പ്രാർത്ഥനയിൽ മുഴുകി ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ സ്വീകരിച്ച് അത് ലോകത്തിന് നൽകുന്ന യോഹന്നാൻ ശ്ലീഹായെ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ സുവിശേഷം 13 അധ്യായം അതിൻ്റെ 25 വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, യോഹന്നാൻ ശ്ലീഹ യേശുവിൻ്റെ വക്ഷസിലേക്ക് ചാരിക്കിടക്കുന്ന ഒരു രംഗം. അങ്ങനെ തൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ നിന്ന് പഠിച്ചതാണ് സ്നേഹം. അതാണ് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പ്രണയത്തിൻ്റെ ഒരു ഭാഷയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കും വേണമെങ്കിൽ ദൈവത്തെ പ്രണയിക്കുന്നവരായി മാറാം. ഞാൻ ആ പുസ്തകം എഴുതിയപ്പോൾ അതിനകത്ത് സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്. ആദ്യം നിങ്ങൾ ദൈവത്തെ പ്രണയിക്കുക, എന്നിട്ട് ആരെ വേണേലും പ്രേമിക്കുക. പാപം ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് തെറ്റ് പറ്റത്തില്ല. ദൈവത്തെ പ്രണയിക്കാതെ പ്രേമിക്കാൻ പോയി കഴിഞ്ഞാൽ പാപത്തിൽ വീഴാനുള്ള സാധ്യതയാണ് ഏറെ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അറിവ് എന്ന് പറയുന്നത് പലതരമുണ്ട്. പ്രത്യേകിച്ചൊരു 3 കാര്യങ്ങൾ അവിടെ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും. ഒന്ന്, പൈശാചികമായ അറിവ്. ഇന്ന് ചിലർ അതിലേക്ക് പോലും പോയിട്ട് സാത്താൻ വർഷിപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ചങ്ക് തകർക്കുന്ന രീതിയിലുള്ള പല പ്രവൃത്തികളിലും ഏർപ്പെടുന്ന വ്യക്തികളെ കാണാൻ പറ്റും. താൽക്കാലികമായൊരു നേട്ടത്തിന് വേണ്ടി, കാര്യം നടക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും സന്നദ്ധരാകുന്ന വ്യക്തികൾ, അവരെ നയിക്കുന്നത് പൈശാചികമായിട്ടുള്ള അറിവാണ്. മറ്റു ചിലരെ കാണാൻ സാധിക്കും ബൗദ്ധിക ജ്ഞാനം, ബുദ്ധി. ഒരുപാട് ബുദ്ധി വളർന്നിട്ടുണ്ട്, ദൈവത്തെ പോലും അളക്കുന്നത് ബുദ്ധി കൊണ്ടാണ്. അവരുടെ ബുദ്ധിയിൽ പിടികിട്ടാത്ത കാര്യങ്ങൾ അവർ അംഗീകരിക്കത്തില്ല. ബൗദ്ധികമായിട്ടുള്ള ജ്ഞാനം. ഞാനിപ്പം ബൗദ്ധികമായിട്ട് അറിവ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ബുദ്ധിമാന്മാരുമായിട്ട് അത് ക്ലിക്ക് ചെയ്തേക്കാം. പക്ഷേ ആത്മീയ മനുഷ്യരിലേക്ക് അത് പോകണമെന്നില്ല. ആത്മീയ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ആത്മീയ മനുഷ്യരുമായിട്ട് അത് കണക്ട് ചെയ്യും. ബുദ്ധിമാന്മാർക്ക് കണക്റ്റ് ആകണമെന്നില്ല. അതുകൊണ്ടാണ് ഇത് വേർതിരിച്ച് നമ്മൾ കാണണം എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചത്. പൈശാചികമായിട്ടുള്ള അറിവ്, ബൗദ്ധികമായിട്ടുള്ള അറിവ്. മൂന്നാമത്തേതാണ് ആത്മീയ അറിവ്. അത് വെളിപ്പെട്ട് കിട്ടിയ വ്യക്തികൾക്ക് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റും. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് വചന വെളിച്ചത്തിൽ ചിന്തിക്കാവുന്നൊരു കാര്യമാണ്.
മനുഷ്യരെ പ്രണയിക്കാം. മനുഷ്യരുമായിട്ട് നല്ല ഒരു പ്രണയബന്ധത്തിൽ നമുക്ക് കഴിയാം. പരിശുദ്ധമായ ശുദ്ധമായ സ്നേഹബന്ധം. ഇതിന് ഒരു നല്ല ഉദാഹരണമാണ് 1 സാമുവേൽ 18 ആദ്യ വചനങ്ങൾ. അവിടെ നമ്മൾ കാണുന്നു, ജോനാഥൻ, അവൻ്റെ ഹൃദയം ദാവീദിൻ്റെ ഹൃദയത്തോടൊട്ടി. ദാവീദിനെ ശ്രവിച്ചുകൊണ്ടിരുന്ന ജോനാഥൻ്റെ ഹൃദയം ദാവീദിൻ്റെ ഹൃദയത്തോട് ഒട്ടി. അത് പരിശുദ്ധമായ ഒരു സ്നേഹമായിരുന്നു. നമുക്കിതുപോലെ മറ്റുള്ളവരെ നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം എടുക്കുമ്പോൾ 18 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നു, യാക്കോബിൻ്റെ ഹൃദയം റാഹേലിൻ്റെ ഹൃദയവുമായിട്ട് പ്രണയത്തിൽ ഒട്ടി. അവൾക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 7 വർഷം അവൾക്ക് വേണ്ടി അധ്വാനിച്ചത് ഏതാനും ദിവസങ്ങൾ പോലെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിച്ചാൽ, മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നത്തില്ല. ഒരു കുഞ്ഞിന് വേണ്ടി അമ്മ എടുക്കുന്ന കഷ്ടപ്പാട് അതെന്തെങ്കിലും അവർക്ക് ഭാരമായിട്ട് തോന്നാറുണ്ടോ? ഒരിക്കലുമില്ല. റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, റൂത്തിന് അമ്മായി അമ്മ നവോമിയോടുണ്ടായിരുന്ന ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. അതിൻ്റെ വെളിച്ചത്തിലാണ് അവൾ പറഞ്ഞത്, അമ്മ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. ഞാൻ വിധവയാണെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിലും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. ഞാൻ അമ്മയുടെ കൂടെ നിന്ന് ആ ദാരിദ്ര്യത്തിൽ പങ്കുചേരാനും, അമ്മ മരിക്കുന്നിടത്ത് മരിക്കാനും, അമ്മ അടക്കം ചെയ്യുന്നിടത്ത് അടക്കം ചെയ്യപ്പെടാനും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് ഇത് വിട്ടുപോകാൻ എന്നെ നിർബന്ധിക്കരുത് എന്ന് യാചിക്കുന്ന റൂത്തിനെ കാണാൻ പറ്റും. എന്താ അവിടെ സൂചിപ്പിക്കുക? ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. ദുരിതത്തിലും ക്ലേശത്തിലും കൂടെ നിൽക്കുന്ന ആ ഒരു സഹനം ഏറ്റെടുക്കാൻ സന്നദ്ധതയുള്ള ആ ഒരു സ്നേഹമാണ് അവിടെ നമ്മൾ കാണുക. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത്, വേണമെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രണയിക്കാൻ പറ്റും. വേണമെങ്കിൽ ദൈവത്തെ പ്രണയിച്ചാൽ നമ്മുടെ ജീവിതം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ 13:25 നമ്മൾ കണ്ടു, യേശുവിനെ പ്രണയിച്ച യോഹന്നാൻ ശ്ലീഹ തൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുകയും അവനിൽ നിന്ന് പഠിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിട്ട് യോഹന്നാൻ ശ്ലീഹയെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും പല വിശുദ്ധര്. മരിയ പുരേത്തി മരിക്കുമ്പോൾ എന്നെ പ്രായം ഉണ്ടായിരുന്നു, 12 വയസ്സാകുന്നേ ഉള്ളൂ. പക്ഷെ അവൾ പറഞ്ഞത്, മരിക്കണമെങ്കിൽ ഞാൻ മരിക്കും, പക്ഷേ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൽ നിന്നും ഞാൻ പുറകോട്ട് പോകില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനാണ് ഞാൻ റെഡി. ദൈവത്തെ പ്രണയിച്ച തോമസ് മൂർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒക്കെ വന്ന് കെഞ്ചി പറഞ്ഞതാണ്, ഇച്ചിരി അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി രാജാവ് പറയുന്നതിന് അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ ജീവിക്കാൻ നോക്ക്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഞാൻ പാപകരമായ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് നാളോട് ജീവിച്ചാൽ എത്ര നാൾ ജീവിക്കാൻ പറ്റും? അതാണോ ക്രിസ്തീയ ജീവിതം? അതിനേക്കാൾ എനിക്കിഷ്ടം സ്വർഗത്തിൽ പോകുന്നതാണ്. ദൈവത്തെ പ്രണയിച്ചത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റിയ? ദൈവത്തെ പ്രണയിച്ച അഗത അവളുടെ സ്ഥലങ്ങൾ മുറിച്ചു മാറ്റി ചരലിലിട്ട് ഉരുട്ടിയിട്ടും അവള് ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്നും പിന്മാറിയില്ല. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ദൈവത്തെ പ്രണയിക്കാൻ പറ്റും. യോഹന്നാൻ ശ്ലീഹായുടെ ആ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ട അഭിഷേകം ആഗ്രഹിച്ച് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.